ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വ്ളോഗോ കാര്യങ്ങളൊന്നും അല്ല ഗൈസ്. നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ, വലിയ സന്തോഷമുള്ള അതെ, ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമൻറ്റിലൂടെയോ മെസ്സേജിലൂടെയോ ഒന്നും അല്ല, നേരിട്ടാണ് നമുക്കത് കിട്ടിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടാണ് അവർ ചാനൽ തുടങ്ങിയത്. ഇവിടെ ഇഷ്ടംപോലെ ചാനലുണ്ട്. അതാ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് നമ്മളടുത്ത്, എന്തിനാണെന്ന് അറിയത്തില്ല. അവരുടെ ചാനൽ കണ്ടിട്ടാണ് നമ്മളെ ചാനൽ തുടങ്ങി. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറയുന്നത്. നേരിട്ട് വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത്ര ഇഷ്യൂസ് നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. ഒന്നാമത്തെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അതിനെന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ കേട്ടാൽ മതി. നമ്മുടെ അച്ഛനും അമ്മയോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ കേട്ടാൽ മതി. അല്ലാതെ ഈ നെഗറ്റീവായിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രം പറയുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്താ അപ്പോൾ സത്യം പറയാല, നമ്മൾ അവരുടെ ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്തത്. നമുക്ക് ആൾക്കാരാരാന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാന്ന്. അപ്പോൾ ഗൈസ് പറയാനുള്ള വേറൊന്നും അല്ല, നമ്മൾ ആരുടെയും ചാനൽ കണ്ടിട്ടല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കാര്യം എൻ്റെ ആദ്യമോൻ്റെ ഇഷ്ടമായിരുന്നു നമുക്കൊരു ചാനൽ തുടങ്ങണം. കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഡാൻസ് സ്കൂളുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഡാൻസ് സ്കൂളുണ്ട്, പാട്ട് സ്കൂളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വെച്ചപ്പോഴാണ് അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്മയോട് ചോദിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയത്. ആർക്കും ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. 1 year ആയിട്ട് നമുക്ക് 500K അത്ര ഉള്ളായിരുന്നു കേസ്. പിന്നെ നമ്മുടെ വീഡിയോസിന്റെ ക്വാളിറ്റിയും ഇപ്പൊ നമ്മുടെ വീഡിയോസിന് ക്വാളിറ്റിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ്. സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല് 3K ആയി ഗൈസ്. ആ ഒരു സന്തോഷം കൂടി ഇതിനകത്തൂടെ ആൾക്കാരെ കാട്ടി ഇച്ചിരിയും കൂടെ ഉണ്ട്. അതിന്റെ ഒരു ക്രിമിയടി അത്രേ ഉള്ളു. അത് ഞാൻ നേരിട്ട് പറയുമോ, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നേരിട്ട് യൂട്യൂബിൽ കൂടെ പറയാം. അതെ, നമ്മള് നെഗറ്റീവ് കമന്റ് ഇടണ്ടേന്ന് പറഞ്ഞാല് നമുക്ക് കമന്റ് ഇടാന്ന് പറയുന്ന ഒരു സംവിധാനം എന്തായാലും യൂട്യൂബിനകത്തുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ടാം, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. തെറ്റെന്ന് വെച്ചാല് ഇപ്പം നമ്മളെ പേരും അമ്പലത്തിന്റെ ഉത്സവം തുടങ്ങാറായി. അപ്പം അമ്പലത്തിലെ താരപ്പലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് 1ാം ഉത്സവത്തിന് താരപ്പലിക്ക് ക്ഷണിക്കാനായിട്ട് വന്നു. അവർ കണ്ടപ്പോഴും അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മോളെ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞാൽ എൻ്റെ മക്കളെ യൂട്യൂബ് ചാനലാണ്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്ന് ഞങ്ങളടുത്ത് പറയണം. കാരണം അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാണ്. നമുക്കങ്ങനെ ഇതൊരു ജീവിതമാർഗമോ ഒന്നുമല്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നതെന്ന് പറയുന്നത് ഒന്നുമില്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരമാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീഡിയോ. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് പുറത്തുനിന്നാലും അകത്തുനിന്നാലും അടുത്തുള്ളവരായാലും എല്ലാം പറയുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ ഇടുന്നതെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇതുവരെയും എൻ്റെ ഈ ഞങ്ങളുടെ ഈ ചാനലിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ഒരു മനുഷ്യരും പറഞ്ഞു. നെഗറ്റീവായിട്ട് ആ പറഞ്ഞ ആൾക്കാരല്ലാതെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് നല്ലൊരു അഭിപ്രായം നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് പറയാനുള്ള വേറെ ഒന്നുമല്ല, നമ്മൾ ആരുടെയും ചാനൽ കണ്ടിട്ടുമല്ല തുടങ്ങിയിരിക്കുന്നത്, നമ്മൾ അവരുടെ വീഡിയോസ് നോക്കിയല്ല ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ കാര്യം സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കണ്ടന്റ്സും കാര്യങ്ങളൊന്നും ചെയ്യാത്ത. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് ഉത്സവത്തിന്റെ പ്രോഗ്രാമിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ. നമുക്ക് പഠിത്തം വലുത് സത്യം പറയാ. അതെ കാര്യം പഠിത്തമുണ്ട്. ഒന്നാമത്തെ കാര്യം അല്ല, അച്ഛൻ നേരത്തേക്ക് മാർക്ക് പറഞ്ഞ അച്ഛൻ വെട്ടു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പഠിത്തം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡാൻസ് സ്കൂളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉത്സവമുണ്ട്, ഉത്സവത്തിന്റെ പ്രോഗ്രാമിന്റെ തിരക്കാണ്. പിന്നെ അതേപോലെ ഞങ്ങൾക്കാണെങ്കിൽ അതേപോലെ കലോത്സവത്തിന്റെ കാര്യങ്ങൾ എല്ലാത്തിന്റെയും കൂടെ ഇടയ്ക്ക് വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത് സത്യം പറഞ്ഞത്. അർജന്റായിപ്പോയി. അതാണ് നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രാത്രിയിൽ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് തെറ്റത്ര ഉണ്ടെങ്കിൽ നമ്മൾ ആ കമൻറ്റിലൂടെ പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്തി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ റെഡിയാക്കാനായിട്ട് നോക്കും. അല്ലാതെ ഫ്രണ്ട്സ് വഴി പറയുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഞങ്ങളിത് ചെയ്തിട്ടാണ് അവരത് ചെയ്തത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കുറേ ഉണ്ട്. അതാ നമുക്ക്
ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്തല്ല പറയണ്ട. കാരണം അത് നമുക്കൊരു അവർക്കും ഒരു ക്ഷേമമാണ്, അവർക്കായിരിക്കും ക്ഷേമം. അവരെക്കാട്ടിലും നമുക്കാണ് ക്ഷേമം. കാര്യം നമ്മൾ വീണ്ടും നമ്മുടെ കൂട്ടുകാരെ കാണേണ്ടതാണ്. നമുക്ക് ക്ഷേമം തന്നെയാണ്. അവർക്ക് ആ വെപ്രാളം കൊണ്ട് പറയുന്നതെന്ന് കരുതും. അവർക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അവർ യൂട്യൂബിൽ വന്നിട്ട് സംസാരിക്കാൻ പറ, നേരിട്ട് സംസാരിക്കാൻ പറ, അവരുടെ ഒറിജിനൽ അഡ്രസ്സിൽ വരാൻ പറ, അവർ ഒറിജിനൽ രീതി വരാൻ പറ. അല്ല അത്രയ്ക്ക് ഇത് കാണിക്കുകയാണെങ്കിൽ സത്യം പറയേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, സത്യം ഞാൻ പറയും. ഞങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടുന്നതിന് ആർക്കും ഇത് കൂടി വാശി കൂടിയിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ സബ്ബെ ഒപ്പിക്കുക. നമ്മളപ്പോ പരീക്ഷയാണ് പോയി പഠിക്കും. ഇല്ല, ഇത് അത്രയ്ക്ക് കാണിക്കണമെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തല്ല പറയേണ്ടത്, നേരിട്ട് ഒന്നും സംസാരിക്കണം. ഇത്ര നാളെ നമ്മളെ ചാനലിൽ ഒന്നിനകത്ത് ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിർത്തും, അല്ലെങ്കിൽ അത് ശരിയാവില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ കുറേ വീഡിയോസ് ഇനി വരാനുണ്ട്. ഉത്സവത്തിന് വേണ്ടിയാണ് ഗൈസ്. നമുക്ക് 24-ാം തീയതി ഉത്സവമാണ്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടുള്ള വീഡിയോസ് കൃത്യമായിട്ടാണ് 26-ാം തീയതി തൊട്ട് നമുക്ക് തീരുന്ന 5-ാം ഫുള്ള് നമ്മളെ മാക്സിമത്തിൽ കൂടുതൽ നമ്മൾ എടുത്തിരിക്കും. ഇത് കാരണം അപ്പോൾ നമുക്ക് 5-ാം തീയതി വരെ നമുക്ക് 10 ദിവസത്തെ ഉത്സവം നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തിരിക്കും. അതേപോലെ തന്നെ എനിക്ക് കലോത്സവം ഉണ്ട്, അതിൻ്റെ വീഡിയോസ് എടുത്തിരിക്കും. അപ്പം സ്പോർട്സ് ഡേ ആണ്, അതിൻ്റെ വീഡിയോസ് എടുക്കും. അപ്പം എല്ലാവർക്കും ഇപ്പം ബൈ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അല്ലേ, ഈ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരുടെ അടുത്ത് നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരുടെ അടുത്തൊക്കെ നമുക്ക് മറുപടി കൊടുക്കല്ലേ. ബൈ ഗൈസ്, ബൈ പറയടാ, ബൈ ബൈ അമ്മ, ബൈ ടാറ്റാ.